എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റുക എനിക്കറിയില്ല എങ്കിലും എനിക്ക് തോന്നുന്നു ഞാനും ചന്തും കുര്യനുമാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ. ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. കല്യാണി, ചന്ദ്ര എന്ന ക്യാരക്ടർ, ലോക എന്ന സിനിമയെ പറ്റി നമുക്ക് സംസാരിക്കാം. ചന്ദ്ര എനിക്കൊരു സ്പെഷ്യൽ ജേർണി ആയിരുന്നു. ഇതെനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല, ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയാണ്. ആൻഡ് സോ ചന്ദ്രയെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നൊരു ക്യൂരിയോസിറ്റിയിലും എക്സൈറ്റ്മെൻറ്റിലുമാണ് ഞാൻ. DQന്റെ ഉസ്താദ് ഹോട്ടലിൽ ഒരു ഡയലോഗുണ്ട്, കിസ്മത്ത് എന്നുണ്ട്. എങ്ങനെയായിരുന്നു ഡയലോഗ്? ഞാൻ പറഞ്ഞു. അതിനെ തടുക്കാൻ ആർക്കും പറ്റൂല. സോ ഐ ഫീൽ ലോക്കിയും ചന്ദ്രയും എൻ്റെ കിസ്മത്തിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ വിശ്വാസം. സോ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഡോം, നിമിഷ്, ദുൽഖർ, നസ്ലിൻ, ചന്തു, കുര്യൻ, ശാന്തിവി, സാൻഡി മാസ്റ്റർ, പിന്നെ സെറ്റിലുള്ള എല്ലാവരും. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കുറേ പേരുണ്ട്. അവരെല്ലാവരോടും ഒരുപാട് നന്ദി. അച്ഛൻ പോയി, പക്ഷെ അച്ഛനോടും നന്ദി. Chakacha, thank you so much for being here. You have no idea what your presence here means to just all of us. And the same with honestly everybody here. Thank you so much just for supporting our film. Our media people ഇന്ന് വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. ആൻഡ് എല്ലാത്തിനും മേലെ ഈ സിനിമ ഇനിയും വലുതാക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവും വിധം എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടമായി. ആൻഡ് ഐ ഓൾസോ ഹോപ്പ് നിങ്ങൾക്ക് ഈ സിനിമയും ഇഷ്ടമാവും. മലയാള സിനിമയിൽ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ എന്നൊരു ടാഗ് ലൈനാണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ. അപ്പം എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ആക്ഷൻ ചെയ്തത്? ഷാറുഖ് ഖാൻ പഠാനും ജവാനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തവരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. വീണു പണിയെ കിട്ടിയ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറെ, ഒരുപാട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ഈ സിനിമയെ തള്ളാൻ പോകുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോമ്പോ ഉണ്ടോ? നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്നുണ്ടോ സിനിമയിൽ? ഇല്ല, ഞങ്ങൾ അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ വേൾഡിനകത്ത് നിങ്ങൾ തമ്മിൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഇതുമായിട്ട് പറയാനുണ്ടോന്ന് പറയായിരുന്നു. ഉണ്ട് അല്ലേ കല്യാണി? അതുപോലെ തന്നെ റിയൽ ലൈഫിൽ ഇപ്പം നമ്മളൊരു എന്താ പറയുക, ചെറുപ്പത്തിലൊക്കെ നമുക്ക് മിററിനൊക്കെ മുമ്പിലൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് സൂപ്പർ ഹീറോസും കേപ്സും ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചെറുതിലെ. അപ്പോൾ അങ്ങനെ ഒരു കല്യാണിയുടെ മുമ്പിലേക്ക് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ വരുമ്പോൾ അത് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ലൈക്ക് യു ഗോണ ഡു എ സൂപ്പർ ഹീറോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ലൈക്ക് ഒരു ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനത്തെ ഒരു റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും? അതായത് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതിലേക്ക് എന്തെങ്കിലും സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും ബർത്ത്ഡേസിനൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ റിയൽ ലൈഫായിട്ട് സൂപ്പർ ഹീറോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക, നേരത്തെ പോയിട്ട് ഒരു പ്രിപ്പറേഷൻ, ഇവരെല്ലാവരും ഞാൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള സീൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അപ്പോൾ അതിന് മുമ്പേ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ സോറി, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ഓക്കെ, ഫൈൻ. അതോടൊപ്പം തന്നെ ഇതില് നസ്ലിൻ നിങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഈ കോമ്പിനേഷനിലുള്ള, ലൈക്ക് അരുണിന്റെ ക്യാരക്ടർ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ, ചന്തുവിന്റെ ക്യാരക്ടർ, അതിനെപ്പറ്റി കൂടെ എന്താ പറയാം? അവരെ വിളിക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും അവർ വിളിക്കുന്നുണ്ട് നിങ്ങളുള്ള കോമ്പോയി പറയാണ്. നല്ലതായിരുന്നു, ഇത്രേ ഉള്ളൂ. അല്ല, ഈ സിനിമയെ പറ്റി ഒരുപാട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവരോടൊന്നും പറയാം. ഇവർക്ക് ആക്ച്വലി സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്